ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഈ റീഡിങ്ങിൽ നമ്മൾ നിങ്ങളുടെ കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് രണ്ടും നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ വെർഗോ, നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഈ മാസം ജൂലൈ മാസത്തിൻ്റെ റീഡിംഗ് ഉണ്ടാവാൻ പോണേ, എന്താണ് മെസ്സേജസ് വരണേ, അത് നമ്മൾക്ക് നോക്കാം. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കാം. എൻഡിലാണ് ഞാൻ ഔട്ട്കം നോക്കാൻ പോണത്, ഈ മാസത്തിൻ്റെ ഔട്ട്കം. അപ്പോൾ എൻഡ് വരെ നോക്കുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അറിയും എന്താണ് നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ച് എന്താണ് അഭിപ്രായം. അതൊക്കെ എൻഡിലാണ് നോക്കാൻ പോണത്. ഞാൻ ഓൾമോസ്റ്റ് ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പോയിരുന്നു, മറന്നു ഞാൻ. ഇത് ഞാൻ എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് വെക്കാം. അപ്പോൾ വെർഗോ മെജിഷ്യനാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ്. നിങ്ങൾ ആക്ച്വലി ജൂലൈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുറേ പവർഫുൾ മന്ത് ആണ്. നിങ്ങളുടെ അടുത്ത എല്ലാം ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആ കോൺഫിഡൻസിൻ്റെ ആവശ്യമുണ്ട്. ഇതെന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യണത് ഇവിടെ? ഇത് അബണ്ടൻസ് ആണ്, 9 of Pentacles. നിങ്ങൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയിലാണ്. കുറേ ഒരു ലക്ഷൂറിയസ് ലൈഫാണ് മാനിഫെസ്റ്റ് ചെയ്യണേ. കരിയറിൽ എന്തെങ്കിലും ഒരു സക്സസ് ആണ് മാനിഫെസ്റ്റ് ചെയ്യണേ. കരിയറിൽ എന്തെങ്കിലും ഒരു ബൂസ്റ്റ് ആണ് മാനിഫെസ്റ്റ് ചെയ്യണേ. ഫിനാൻഷ്യൽ ബൂസ്റ്റ് ആണ് മാനിഫെസ്റ്റ് ചെയ്യണത്. ആൻഡ് അതൊക്കെ പോസിബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂലൈ മാസത്തിൽ. പക്ഷെ കുറച്ച് നിങ്ങൾക്ക് ബോൾഡായിട്ട് സ്റ്റെപ്സ് എടുക്കേണ്ടി വരും, കുറച്ച് ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത് റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ മേ ബി റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ ആക്ച്വലി ഈ മാസം കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ സ്ട്രെങ്ത് ലിയോ എനർജിയാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഈ മാസം കരിയറിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റേ ഏരിയ ഓഫ് ലൈഫിനെ ഇഗ്നോർ ചെയ്യരുത്. അവിടെ കുറച്ച് നിങ്ങൾക്ക് പേഷ്യൻ്റ്ലി അതിൻ്റെ കൂടിയും ഡീൽ ചെയ്യേണ്ടി വരും. അതിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യരുത്. എന്നുവെച്ചാൽ അതാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങളുടെ ഫോക്കസ് മൊത്തം നിങ്ങളുടെ കരിയർ ആൻഡ് ഫിനാൻസസിലാണ് ഈ മാസം. 10 of Wands ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജി. അപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു ബേർഡൻ റിലീസ് ചെയ്യണ എനർജിയിലാണ് നിങ്ങൾ. എന്തോ എൻഡ് ആയ മാതിരി ഞാൻ കാണുന്നു. ഒരു ഡിഫിക്കൾട്ട് സമയമായിരുന്നു നിങ്ങൾക്ക് പാസ്റ്റിൽ, പക്ഷെ അത് എൻഡായി. നിങ്ങൾ റിലീസ് ചെയ്തു, എന്തോ ഒരു ബേർഡൻ റിലീസ് ചെയ്തു. ഹേർമിറ്റ്, ഇത് വെർഗോ എനർജിയാണ്. അപ്പം നിങ്ങൾ എന്തോ ഒരു എൻഡിങ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ഹേർമിറ്റ് എനർജിയിൽ പോയി, ഒരു ഐസൊലേഷൻ എനർജിയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത് പാസ്റ്റിൽ. എന്നുവെച്ചാൽ ഈ ബേർഡൻ റിലീസ് ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയോ കുറേ സ്ട്രെസ്ഡ് ആയിരുന്നു. ആ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ഫൈനലി നിങ്ങൾക്കൊരു കുറച്ചൊരു റിലീഫാണ് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു സമയം എടുത്തു ആ എനർജിന്ന് പുറത്തു വരാൻ, ആ സ്ട്രെസ്ഫുൾ എനർജിന്ന് പുറത്തു വരാൻ. നിങ്ങൾ ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ ട്രാവൽ ചെയ്യാൻ പോയിണ്ടാവും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും ചെയ്യാണ്ട് തന്നെ വീട്ടിൽ ഇരുന്നാലും നിങ്ങൾ ഹീലാണ് ചെയ്യാൻ നോക്കണ്ടതന്നെ. അപ്പോൾ ഈ 10 of Wands എന്തായിരുന്നു നിങ്ങളുടെ ഈ പാസ്റ്റിൽ ബേർഡൻ എന്തായിരുന്നു? മേ ബി ഫിനാൻഷ്യൽ ലോസ് ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായേ, ഓർ എൽസ് എന്തോ ഒരു മാതിരി ഒരു റിജക്ഷൻ. ഇത് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ മേ ബി ഒരു എൻഡിങ്, ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഒരു റിജക്ഷൻ ഉണ്ടായി. ഇത് കരിയറിലാണ് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായി, ഒരു ജോലി മേ ബി നഷ്ടപ്പെട്ടുണ്ടാവും, ഓർ എൽസ് ബിസിനസ്സിൽ ലോസ് ആയിട്ടുണ്ടാവും. എന്തോ അങ്ങനെ ഒരു ഫീലിംഗ്. അത് നിങ്ങൾ എന്താ വേണ്ട വെച്ചാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന്, ഓർ എൽസ് ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ എന്തോ ഒരു ഡിസപ്പോയിൻറ്റിങ് എൻഡിങ് ആയി ആ പ്രോജക്റ്റിൻ്റെ, അത് സക്സസ് ആയില്ല. അപ്പോൾ എന്തോ അങ്ങനത്തെ ഒരു ഫീലിംഗ്. ഓക്കെ, അപ്പോൾ കറണ്ട് എനർജി ജൂലൈയിൽ ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, കുറേ സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇവിടെ ഒരു പുതിയ ഓഫർ വരാൻ പോകുന്നുണ്ട്. ബിസിനസ്സിൽ ലോസ് ഉണ്ടായിട്ടാച്ച ഒരു ന്യൂ പ്രോജക്റ്റിൽ ന്യൂ ബിസിനസ് വരാൻ പോകുന്നുണ്ട്.
റിലേഷൻഷിപ്പിൽ നഷ്ടം ഉണ്ടായിച്ചാൽ ഇവിടെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. ഇതൊരു ലോങ് ടേം ഓഫറാണ്. അപ്പോൾ ഒരു മാരേജിലേക്ക് പോകണ മാതിരി ഒരു എനർജിയാണ് ഇത്. പക്ഷെ നിങ്ങളുടെ എനർജി ഇപ്പോഴും പാസ്റ്റിൽ തന്നെയാണ്. നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് റിഗ്രറ്റിലിരിക്കണത്. 5 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? 10 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ പാസ്റ്റിൽ ഇല്ല നല്ല കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്ക് എന്തോ അത് മിസ് ഔട്ടായി, അങ്ങനത്തെ ഒരു ഫീലിംഗ്. ഇപ്പൊ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. അപ്പൊ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ പോണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ, ഓറൽസ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഈ ഓപ്പർച്യൂണിറ്റി ടൈം സെൻസിറ്റീവ് ഓപ്പർച്യൂണിറ്റി ആണ്, ഏസ് ഓഫ് വാൻസ്. അപ്പോൾ വേറെ ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടാന്ന് നിങ്ങൾ വിചാരിച്ച ഫ്യൂച്ചറിലും ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, വേറെ ഒരു പുതിയ ബിഗിനിങ് ആണ് ഇത്. പക്ഷെ ഇത് കുറെ പാഷന്റെ ബിഗിനിങ് ആണ്, പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്. ഇത് കുറെ ക്വിക്ലി വരാൻ പോകുന്ന എനർജിയാണ്. 8 ഓഫ് വാൻസ്, ഒരു കമ്മ്യൂണിക്കേഷൻ വരും. ഇല്ലാച്ച ആരോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ജൂലൈ മാസത്തിൽ 3 ഓഫ് വാൻസ് ആണ്. നിങ്ങൾക്കൊരു ഹോപ്പ് ഇല്ലാത്ത മാതിരി ഉണ്ട് ജൂലൈ മാസത്തിൽ. നിങ്ങൾക്ക് എന്താ വരാൻ പോണെന്ന ഒരു ഹോപ്പ് ഇല്ല, പറഞ്ഞ എന്തെങ്കിലും പോസിറ്റീവ് ആവും എന്ന് അങ്ങനത്തെ ഒരു ഹോപ്പ് ഇല്ല. 3 ഓഫ് വാൻസ് എന്താണ് ഇവിടെ? ചാലഞ്ച്, കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ എവിടെയോ നിങ്ങളൊരു വെരി പ്രാക്ടിക്കൽ എനർജിയിലാണ്, പക്ഷെ ഒരു ഇമോഷൻസ് ഇല്ലാത്ത, പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഉള്ളിൽ ആ ഇമോഷൻസ് ഒക്കെ ഒരു ഇല്ലാത്ത മാതിരി ഫീലിംഗ്, ഒരു കുറെ റോബോട്ടിക് മാതിരി ഒരു ഫീലിംഗ് നിങ്ങളുടെ ലൈഫിൽ. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ. നിങ്ങൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ഒരു കുറെ മൊനോട്ടനസ് ആയിട്ടാണ് ചെയ്യണത്. ചാരിയറ്റ് ഇവിടെ ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്. ആരോ നിങ്ങളുടെ ലൈഫിൽ വരാനും പോകുന്നുണ്ട്. മേ ബി ഈ കിങ് ഓഫ് സ്വോർഡ്സ് ഒരു ബോസിന്റെ എനർജിയും ആവാം. മേ ബി അവരും ഒരു ചാലഞ്ച് ആയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ജൂലൈ മാസത്തിൽ അവരായിരിക്കും ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങളുടെ ബോസിന്റെ കൂടെ ഡീൽ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഒരു ഡിഫിക്കൾട്ട് ബോസ് ആണ് വെച്ചാൽ മേ ബി അവരുടെ കൂടെ ഇന്ററാക്ഷൻസ് ചാലഞ്ചിങ് ആയിരിക്കാം. ഓറൽസ് ഇതൊരു എക്വയറിയസ് പേഴ്സൺ ആണ്. ഈ പേഴ്സന്റെ കൂടെ സംസാരിക്കണത്, ഡീൽ ചെയ്യണത് റിലേഷൻഷിപ്പിൽ, അതൊരു ചാലഞ്ച് ആയിരിക്കാം. ആൻഡ് അതിന്റെ കാരണം ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ കുറെ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യണത്. ഇപ്പൊ ഇത് വേറെ ഒരു പേഴ്സൺ അല്ല, നിങ്ങളുടെ എനർജിയാണ് വെച്ചാൽ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞ ഒരു കുറെ നിങ്ങളുടെ ഉള്ളിൽ ആ ഇമോഷൻസ് ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണു, ഒരു ഫീലിംഗ് ഒന്നുമില്ല നിങ്ങൾക്ക്. അപ്പോ ഇവിടെ 8 ഓഫ് പെന്റിക്കിൾസ് ആണ് അഡ്വൈസ്. യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് നിങ്ങൾ ഏത് കാര്യത്തിലാണ് എഫേർട്ട് ഇടണമെന്ന് വെച്ചാൽ അതിൽ എഫേർട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് പറയണത്. കരിയറിൽ ഫോക്കസ് ചെയ്യാനാണ് പറയണത്. ഇവിടെ കുറെ കോമ്പറ്റീഷൻ ഉണ്ട്, കുറെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ ഇവിടെ മേ ബി വഴക്കുണ്ടാവും നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക്. അത് കുറച്ച് ടോക്സിക് എനർജിയാണ്. അപ്പോൾ സൂക്ഷിക്കാനാണ് പറയണത് ഇവിടെ യൂണിവേഴ്സ്. ഇത് വർക്കിന്റെ കണക്ഷനിലാണ് വെച്ചാൽ അവിടെ അൺഹെൽതി കോമ്പറ്റീഷൻ ഉണ്ടാവാൻ വേണ്ടി നിങ്ങളെ കലീഗ്സ് നിങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ പ്രോഗ്രസ് സാബോട്ടാജ് ചെയ്യാൻ നോക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സിറ്റുവേഷനൊക്കെ ചേഞ്ച് ആവാൻ പോകുന്നുണ്ട് വെരി സൂൺ. ഒരു എൻഡിങ് ഉണ്ട് അവിടെ ഞാൻ കാണുന്നു ആ ഏരിയയിൽ. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. 2 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ ഇവിടെ ഒരു ലവ് കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്. ഇതൊരു ഹിഡൻ ഫാക്ടറിലാണ്. അപ്പോൾ ഒരു പുതിയ പേഴ്സൺ മേ ബി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. 4 ഓഫ് സ്വോർഡ്സ്, ഇത് ഒരു പാസ്റ്റ് പേഴ്സൺ ആയിരിക്കാം. ഇത് ഒരു ടച്ച് ഇല്ലാത്ത പേഴ്സൺ സഡൻലി കോണ്ടാക്ട് ചെയ്യണ മാതിരി എനർജിയാണ്. അപ്പോൾ ഈ 4 ഓഫ് സ്വോർഡ്സ് ആൻഡ് 2 ഓഫ് കപ്സ് എന്താണ്? 6 ഓഫ് പെന്റിക്കിൾസ്. പക്ഷെ ഈ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത്ര ഇൻട്രസ്റ്റ് കാണിക്കില്ല. 9 ഓഫ് കപ്സ്, ഇത് ഈ പേഴ്സണിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ഹോപ്പ് ചെയ്യണ്ടായിനെ, വിഷ് ചെയ്യണ്ടായിനെ, പ്രേ ചെയ്യണ്ടായിനെ. പക്ഷെ ഇപ്പൊ ഈ പേഴ്സൺ വരുമ്പോൾ അവരുടെ എനർജി ഇംബാലൻസ്ഡ് ആണ്, ഈ റിലേഷൻഷിപ്പിന്റെ എനർജി ഇംബാലൻസ്ഡ് ആണ്. അപ്പൊ നിങ്ങളുടെ ഔട്ട്കം എന്താണ് ഇവിടെ? ജൂലൈ മാസത്തിന്റെ ഔട്ട്കം ആണ് ഏസ് ഓഫ് സ്വോർഡ്സ്. ഏസ് ഓഫ് സ്വോർഡ്സ് ഒരു ബ്രേക്ക് ത്രൂയുടെ എനർജിയാണ്, ഒരു ന്യൂ ബിഗിനിങ്, കുറെ ഓപ്പർച്യൂണിറ്റീസിന്റെ എനർജിയാണ്, സ്റ്റാഗ്നന്റ് സിറ്റുവേഷന് പുറത്തു വരണ എനർജിയാണ്. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ന്യൂ ബിഗിനിങ്സ് കുറെ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, കറണ്ട് എനർജിയും ഫ്യൂച്ചറിലും.
ഏസ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, ഏസ് ഓഫ് വോൺസ് ഉണ്ട്. ഇപ്പൊ ഇത് മൂന്നാമത്തെ ഏസ് ആണ്, ഏസ് ഓഫ് സ്വാർഡ്സ്. ആൻഡ് ഏസസ് എപ്പോഴും ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഇൻഡിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ പുതിയ ബിഗിനിങ്സ് കുറെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കുറെ വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ കാർമിക് ജസ്റ്റിസ് ഉണ്ട്. ആരെങ്കിലും നിങ്ങളെ അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാർമിക് ജസ്റ്റിസ് കിട്ടും. യൂണിവേഴ്സ് എല്ലാം ശരിയാക്കും, ബാലൻസ് കൊണ്ടുവരും. ഇത് ലീഗൽ സിറ്റുവേഷനിലും നിങ്ങൾ ഇൻവോൾവ് ആണ് വെച്ചാൽ അതിലും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവാൻ വഴിയുണ്ട്. ഇവിടെ ബാലൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ എല്ലാം ശരിയാവും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയാൻ നോക്കുന്നത്. ഇവിടെ ലീബ്ര എനർജിയാണ് ജസ്റ്റിസ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒറക്കിൾ കാർഡ് എടുത്ത് നോക്കാം. ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസേഴ്സ് വേണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഷോ ദ വേൾഡ് ദ റിയൽ യു. ആൻഡ് ഇവിടെ മൂന്നാമത്തെ കാർഡ്, ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് വെർഗോ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.